രണ്ട് കണ്ടുപൊട്ടപ്പോ പറയാറ് റോഡ് വരാൻ പോലെ അങ്ങനെ ആയിരിക്കും. രണ്ട് അന്തപ്പ ഇവരെല്ലാം ഭയങ്കര കോമഡിയാണ് ഇവന്റെ എല്ലാ വീഡിയോസില ചിരിച്ചിരിച്ചാവും. ഞാൻ ഇന്നലെ അവരെ കണ്ട് ചിരിച്ചിരി എനിക്കതില്ല പുള്ളിക്കതില്ല. നമുക്ക് ചേരാത്തവരുടെയാണ് അത് വെച്ചിന് കുഴപ്പം തറിയോ അങ്ങനെ പറയുന്നില്ല വേണ്ട. എന്റെ മുടി വെച്ച് നരയ്ക്കാൻ തുടങ്ങി കൊണ്ടാണ്. അത് പ്രായം കൊണ്ടല്ല, എന്റെ ഗ്രാൻഡ് ഫാദറിന് പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ നരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മുടി വളർത്താത്തത്. ഇപ്പൊ തന്നെ ഒരു കിളവൻ ഇമേജ് ഉണ്ട്, അതാണ് പ്രശ്നം. എനിക്ക് വളർത്തിയ നല്ലതാണ്, പക്ഷെ അത് വെളുത്തില്ല. കാരണം അത് പ്രായമായോണ്ടല്ല, എന്റെ ഗ്രാൻഡ് ഫാദറിന് ഈ വളരെ പെട്ടെന്ന് നരയ്ക്കാൻ തുടങ്ങി. അത് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളെ പുതിയ മീഡിയക്കാർക്ക് ഒരു അകൽച്ച, നമ്മൾ കിളവനാണെന്ന് ഒരു തിങ്കിങ് ആണ്. എനിക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് കുറെ വർഷങ്ങളായിട്ട് 23 വയസ്സേ ഉള്ളൂ. 23, ഇപ്പോഴും 23. എത്രയാണെന്ന് അറിയില്ലായിരുന്നു. എന്നാലും യുവാവാണ്. ഇനി വിവാഹങ്ങൾ ഒരു പെടായിരിക്കുകയാണ്. അടുത്ത വിവാഹം കഴിക്കാൻ വേണ്ടി വിവാഹത്തിന് പറ്റിയാലും വിവാഹം നടക്കില്ല. അല്ല, പുള്ളിക്കേട്ട് പോകണം അറിയാം. വിവാദങ്ങൾ പറ്റിയാലും വിവാഹം നടക്കില്ല. എനിക്ക് സംശയമാണ്. ഇപ്പൊ ഒരു പെണ്ണ് കെട്ടാൻ വന്നില്ലേ, അപ്പൊ അതുപോലെ തന്നെ റിയ വന്നില്ലേ, വിവാദത്തെ പെട്ടാണെങ്കിലും അത് വന്നാൽ പ്രപ്പോസ് ചെയ്തല്ലേ. ആ പ്രായം പോട്ടെ, അതിലേക്കാളും ഒരു 10 വയസ്സ് കുറവാണെങ്കിൽ ഞാൻ കെട്ടും എന്തായാലും. ഇപ്പൊ നിലവിലെ പുള്ളിക്ക് പെണ്ണിനെ കെട്ടാൻ ബുദ്ധിമുട്ടാണ്. അല്ല, ഇപ്പൊ ആൾക്കാർ ആന്റിമാരാ. ഇപ്പൊ പുള്ളിക്കാർ കുഴപ്പമില്ലെന്ന് പറയണ്ട. അല്ല, എനിക്ക് കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ ഈ കലൂർ സ്റ്റേഡിയത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് ഇത്രയും നിക്കറിട്ട പെൺപാരന്ന് സെൽഫി എടുത്തിട്ട് പോയി. മനസ്സിലായോ? മോഡലായിട്ടുള്ള അളവൊക്കെ കാണുമ്പോ അറിയാലോ, പെട്ടെന്ന് നോക്കുമ്പോ അങ്ങനെ വരുമ്പോ അറിയാലോ. അങ്ങോട്ടല്ലോ നമ്മളിങ്ങനെ നോക്കുമ്പോ കാണുമല്ലോ. നമ്മളിങ്ങനെ നേരെ നോക്കുമ്പോ അറിയാല, ഇങ്ങനെ നോക്കുമ്പോ തന്നെ അറിയാലോ. നോക്കുമ്പോ ഇത്ര കവർ കിട്ടണോ? അല്ല വേണ്ട, ഹോട്ടലിൽ ഞാൻ തുറന്നു പറയാറുണ്ട്. ഇത് എന്നെക്കാത്തുള്ള ആളാണ്. ഞാൻ പറഞ്ഞേ, വ്യക്തി എന്നെ കണ്ടപ്പോ മൈൻഡ് ചെയ്യാണ്ട് പോയി. മനസ്സിലായോ? അവര് കുറച്ച് മോഡലായിരുന്നു, നല്ല ആക്ട്രസും. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ കാണുമ്പോൾ സെൽഫി എടുക്കാൻ വരുന്നുണ്ട്. യുവാവല്ല, 23 കുറക്കല്ലോ. 23 പറയണം. ഇപ്പൊ വന്നിട്ട് 2-3 വർഷം 24 ആവുള്ളൂ. ആൾക്കാർ പറഞ്ഞത് 30 ഉണ്ടെന്ന് പറയണം. 30-35 ഉണ്ടെന്ന് പറയാം. അത് ഞാൻ പണ്ട് പണിക്ക് പോയില്ലെന്നൊക്കെ പറഞ്ഞ ചുമ്മാ പറഞ്ഞ. ഞാൻ പെട്രോൾ പമ്പിൽ പോയിട്ടുണ്ട്, പിന്നെ ചെരിപ്പടയിൽ പോയിട്ടുണ്ട് പണിയെടുക്കാനായിട്ട്, പിന്നെ DTP, അങ്ങനെ കുറെ. പിന്നെ ഡാഡിയും മമ്മിയും ജോലിക്ക് പോകുന്നതുകൊണ്ട് പുള്ളി പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, ഡാഡിയും മമ്മിയും അമ്മമ്മ പെൻഷൻ കിട്ടും, അപ്പൊ അത് കൊണ്ടൊക്കെ ജീവിച്ചു. പിന്നെ തെങ്ങിന്ന് പൈസ കിട്ടും, എല്ലാ മാസവും തെങ്ങ് കയറും. തെങ്ങളെ മുറിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈസ ഞാൻ ചോദിക്കുകയാണെങ്കിൽ പുള്ളിയുടെ വീട്ടിലെ തെങ്ങും കമ്പുകൾ വെട്ടിക്കളാണ്. അലൻ ജോസ് ആള് ഭയങ്കര ബിഗ് ബോസിൽ പോകുന്നുണ്ട്, പുള്ളിയുടെ സ്വപ്നമാണ്. ബിഗ് ബോസ് പുള്ളിയുടെ പറഞ്ഞ അവസാനം പോകും. നീയൊക്കെയാണ് നമ്മുടെ പൈസ വരുന്നത്. ബിഗ് ബോസ് ഞാൻ പോയി കഴിഞ്ഞാൽ ആരത്തിന് എനിക്ക് 25 lakhs കിട്ടിയ ഒരു 1 lakh നിനക്ക് ഞാൻ തരും, ഉറപ്പാണ്. അതല്ല ഇപ്പൊ ഞാൻ പറയുന്നു അടുത്ത സീസൺ ബിഗ് ബോസിൽ അലൻ ജോസ് പെരേര ഉണ്ടാവും. ഏതെങ്കിലും നമ്പർ റെക്കമെൻഡ് ചെയ്താൽ പോകാൻ പറ്റും. എനിക്ക് താല്പര്യമില്ല, ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളില്ല. ഒന്നാമത് എനിക്ക് ആ പരിപാടി ഇഷ്ടമല്ല. രണ്ടാമത് എനിക്ക് എന്റെ PhD ബ്രേക്ക് എടുക്കാൻ പറ്റില്ല ഇത്ര നാള്. പിന്നെ വീട്ടിലെ അമ്മ ഒറ്റയ്ക്കാണ്. ഞാൻ പിന്നെ ഡിഗ്രി എനിക്ക് കൊണ്ട് ബ്രേക്ക് എടുക്കാൻ കുഴപ്പമില്ല. എപ്പോൾ എനിക്ക് അത്രയും ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. ഡെയിലി ബ്രേക്ക് അല്ല, ഓരോരോ സിനിമയും ഷോർട്ട് ഫിലിമും സീരിയലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. സീരിയൽ കല്യാണം താല്പര്യമില്ല, മതിയായി. അന്നാ ജിന്തോന്റെ കലാചനുണ്ടോ? ജിന്തോന്റെ കലാചനുണ്ടോ? പിന്നെ നമ്മുടെ ഷിയാസ്കരില്ലേ, പുള്ളിയുടെ എല്ലാം കല്യാണം ആയിട്ടുണ്ട്. പുള്ളിയുടെ കല്യാണം പുള്ളി വെച്ചിട്ടായിരുന്നാളാ. ചിലപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിയാസിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇല്ലില്ല, പുള്ളി വെച്ചിട്ടായിരുന്നാളാ. കഴിഞ്ഞ ദിവസം ഞാനും പുള്ളി ബാഡ് ബോയ്സ് ആണെന്നല്ലോ. ഞാനും പുള്ളിയെ ഒരുമിച്ചായിരുന്നു ചോദിച്ചത്.
നടന്ന് ഒരുമിച്ച് പടം കണ്ട് ഷിയ സ്ക്രീൻ ഞാൻ പുള്ള ഡീസന്റാ പുള്ള സിനിമ കാണാൻ പഠിച്ചു. ബാഡ് ബോയ്സ് ഞാനും പുള്ളിയും കൂടി ഒരുമിച്ചിരുന്ന് സീറ്റ് ഇരുന്ന് കണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ ജീവിതത്തിലെ പെരയുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ് ബാഡ് ബോയ്. സമയമുള്ള കാര്യം, സമയങ്ങളല്ല ക്വാണ്ടിറ്റിയിലല്ല കാര്യം, ക്വാളിറ്റിയിലാണ് കാര്യം. ഇപ്പൊ ഒരു 5 സെക്കൻഡ് കൂടി കാണില്ല, ഞങ്ങളെ ക്വാണ്ടിറ്റിയിലല്ല കാര്യം, ക്വാളിറ്റിയിലാണ് കാര്യം. 5 സെക്കൻഡ് എങ്കിലും സിനിമയിലേക്ക് മുഖം കാണിക്കുമെന്നുള്ള ആഗ്രഹമുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് ഒരു നിങ്ങൾ പറഞ്ഞല്ലോ 20 സെക്കൻഡ് വിക്രമയുടെ പോലെ ജൂനിയർ ആർട്ടിസ്റ്റിന് വന്ന ആളാണ്. ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പൊ അറിയപ്പെടുന്നത് നടനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ ബാഡ് ബോയ്സ് 13-ാം തീയതി റിലീസ് കഴിഞ്ഞപ്പോ കുറച്ച് ചെക്കന്മാരുണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പൊ ഇവര് വിളിച്ച ആൾക്കാരല്ല, കുറച്ച് മറ്റേ കാണാൻ വന്ന ആൾക്കാരാ. അപ്പൊ അവര് പറഞ്ഞ് നീ ഒരു ആക്ടറായി മാറിയെന്ന് പറഞ്ഞു. റിവ്യൂവർ അല്ല, നീ ഇപ്പോൾ ആക്ടറാന്ന് പറഞ്ഞു ചെക്കന്മാര്. അപ്പൊ അത് കൈയിടേറ്റ് വിളിക്കാം, എന്നെക്കാളും കൈയിടേറ്റ് വിളിക്കാം. അനണസിന് നല്ലതായിരുന്നു. ഞാൻ പെട്ടെന്ന് പേടിച്ചു ബിബിയോട് തല്ലിയപ്പോ അത് കുറച്ചില്ലായിരുന്നു. നല്ല അണ്ടർസ്റ്റാൻഡിങ് ചെയ്താണ്. എനിക്ക് എൻട്രി സീൻ ഉണ്ട്, ഡയലോഗ് ഉണ്ട്, പക്ഷെ ഇയാളുടെ ആണ് ഫുൾ ടൈം ആൾക്കാർ ഇരിക്കുകയാണ്. ആ ഡ്രസ് അടിപൊളിയേ, പാട്ട് പാടുന്നില്ല കാരണം അത് സർപ്രൈസ് ആണ്. നോടി തേടുന്ന മലയാളം എന്തൊരു പാട്ട് ആ ഡ്രസ്സിൽ അടിപൊളിയായി. അത് ഞാൻ പറഞ്ഞില്ല, അത് സർപ്രൈസ്, അതൊരു ഒരു സാങ്കല്പിക സിനിമ പേര്, അതൊരു ടൈറ്റിൽ പേരാണ്. അത് സർപ്രൈസ് ആയിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ ആ വാക്കിയാക്കേണ്ടത്. ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യം, ടൈറ്റിൽ കാർഡ് ഉണ്ട് പടത്തിൽ. എനിക്ക് അണ്ണനും ടൈറ്റിൽ കാർഡ് ഇല്ല. അണ്ണനത് വിഷമം ഉണ്ടായെന്ന് അറിയില്ല. എനിക്ക് ടൈറ്റിൽ കാർഡാ? അണ്ണനെ ഉണ്ടായിരുന്നോ? ടൈറ്റിൽ കാർഡ് എന്താണ്? ടൈറ്റിൽ കാർഡ് എന്ന് പറഞ്ഞാൽ എന്റെ പേര് എഴുതി കാണിക്കുക. പേര് കാണിച്ചോ? എന്ന് പറഞ്ഞാൽ എന്റെ പേര് അലിൻ ജോസ് പേരെ എന്നാണല്ലോ. അതിന്റെ ഷോർട്ടായിട്ട് പറയുമ്പോ എങ്ങനെ പറയും? AGP. അങ്ങനെ പറയും. അത് എവിടെ കാണിച്ചു? തിയേറ്ററിന്റെ സ്ക്രീനിൽ കാണിച്ചു ഞാൻ വരുമ്പോ. കാണിച്ചല്ല, എനിക്ക് അത് ഷോർട്ട് പേര് ഇല്ലല്ലോ. എന്റെ നോട്ട് പേര് നിങ്ങൾ AGP പേര് നിങ്ങളല്ലേ? എനിക്ക് മഞ്ചേച്ചിയൊക്കെ പറഞ്ഞു ആണോ? അണ്ണനെ അത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അണ്ണന്റെ ഫീലായത് പറഞ്ഞു മഞ്ചേച്ചി പറഞ്ഞു. നിങ്ങൾ AGP വന്നു, എനിക്കങ്ങനെ പേരില്ലല്ലോ. സന്തോഷ് വർഗീയ അല്ലെങ്കിൽ ആറാട്ടുന്നു, എനിക്കങ്ങനെ പേരില്ലല്ലോ. മഞ്ചേച്ചി പറഞ്ഞു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. മഞ്ചേച്ചി പറഞ്ഞ സന്തോഷമായെന്ന് പറഞ്ഞു. ടൈറ്റിൽ കാർഡ് വന്നപ്പോ മഞ്ചേച്ചി പറഞ്ഞു LGP പോലെ അടുത്ത LGP പോലെയാണ് AGP. ഇത് പ്രതീക്ഷയില്ല, കാരണം നമ്മള് ഒമർ സാറോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചല്ലോ കേട്ടോ. അത് ഒമർ സാർ തന്നെ അവര് ആഡ് ചെയ്തതാണ് ആ സീക്വൻസ് ഒക്കെ. പിന്നെ സപ്പോർട്ടിനുണ്ടോ? വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അമ്മയല്ല സപ്പോർട്ട് ചെയ്യണ്ട. ആദ്യം ഇല്ല, ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത്.